അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ ചാനലിലല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ. ഇന്ന് നമ്മളെ ഒന്ന് കുഞ്ഞുമുത്തശ്ശിയുടെ വീട്ടിലൊക്കെ പോയി വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു അമ്മ പറയുണ്ടായിരുന്നു അമ്മ ഓറഞ്ചിന്റെ നമ്മളെ ചട്നി ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ, ഓറഞ്ചിന്റെ തോലും കൊണ്ടുള്ള ചട്നി കേട്ടോ. പലരും പല രീതിയിൽ ഉണ്ടാക്കും. അപ്പൊ നമ്മള് ഉണ്ടാക്കുന്ന രീതി നമ്മൾ പറയാട്ടോ. പിന്നെ അതുമല്ല ഇന്ന് മല്ലിയില നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടിയില്ല. ഒന്നാമത് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു മല്ലിയില. അപ്പൊ മല്ലിയില കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിയില എടുത്തു വെച്ചോളൂ കേട്ടോ. മല്ലിയില വേണം, അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അത് എപ്പോഴാണ് ഇടേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം, കാരണം ഇതിൽ ഇപ്പൊ ഇല്ല മല്ലിയില. അപ്പൊ ഓറഞ്ചും കൊണ്ട് ജ്യൂസും ഉണ്ടാക്കാം, നമുക്ക് അതിന്റെ തോലും കൊണ്ട് ചട്നി ഉണ്ടാക്കാം. അപ്പൊ പിന്നെ വേസ്റ്റ് ആവില്ലല്ലോ, രണ്ടോണ്ട് ഗുണമുണ്ട്. അതെ. പിന്നെ അമ്മേ ഇപ്പൊ എത്രയാ പെട്ടി ഓട്ടോറിക്ഷകളിൽ ഇഷ്ടം പോലെ ഓറഞ്ച് കൊറേ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഓറഞ്ചിന്റെ സീസണാ തോന്നുന്നുണ്ട്. അതെ, നമ്മളിപ്പോ കൊറേ ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഓറഞ്ച് വാങ്ങിക്കലുണ്ട്. പക്ഷെ ഇത്തവണ ഇത് വാങ്ങിക്കുന്ന ദിവസം നമ്മൾ വിചാരിക്കും നാളെ എന്തായാലും ചട്നി ഉണ്ടാക്കി കാണിക്കാം. പക്ഷെ അതങ്ങനെ മറക്കും. ബാക്കി നമ്മുടെ തോല് എന്ത് ചെയ്യും, നമ്മൾ ഒന്നെങ്കിൽ കളയും അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് വെക്കാറുണ്ട് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു 4 ഓറഞ്ചാണ്, ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനാണ്. അതിനുശേഷം ഈ ഒരു 1 or 2 നമുക്ക് ഇതിന്റെ കയപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. മിനിമം 1 മതിയാവും. നല്ല പഴുത്ത ഓറഞ്ചാണ് കൂടുതൽ എടുക്കാൻ നല്ലത്. ഇതൊന്നും അച്ഛൻ എന്താ പച്ച എടുത്ത് തെരഞ്ഞെടുത്ത് എനിക്ക് മനസ്സിലായി. അച്ഛനാണ് പോയിട്ട് എടുത്തത്, നമ്മള് വണ്ടിയിൽ ഇരുന്നേ ഉള്ളൂ. അച്ഛൻ പഴുപ്പ് കുറഞ്ഞ പോലെ തന്നെ എടുത്തു തോന്നുന്നുണ്ട്. എന്താ തന്നെ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റിന് വ്യത്യാസം വരുമൊന്നുമില്ല. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഓറഞ്ച് ചട്നി ഉണ്ടാക്കുമ്പോ സെലക്ട് ചെയ്യേണ്ടത് നല്ല പഴുത്ത നമ്മളെ നല്ല ഓറഞ്ച് കളറുള്ള നല്ല ഗോൾഡൻ നല്ല ഭംഗിയുള്ള മഞ്ഞ. അതെ അതെ, ആ ഓറഞ്ച് വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോ അച്ഛൻ തീർത്തോണ്ടാണത്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയിട്ട്, തോല് നന്നായിട്ട് കഴുകണം. അപ്പൊ ഇത് കഴുകിയിട്ട് ആദ്യം നമുക്ക് ജ്യൂസ് അടിക്കാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ജ്യൂസറിൽ നമുക്ക് ഇട്ട് വെക്കാം. കാരണം എന്താ അറിയോ, ഓറഞ്ച് ജ്യൂസ് നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര, പിന്നെ അത് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു കയ്പുണ്ടാവില്ല, ഭയങ്കര കയ്പ്, പിന്നെ ആർക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ തോല് നമുക്ക് മാറ്റി വെക്കാം. പണ്ടൊക്കെ എങ്ങനെയാ ഈ ഓറഞ്ചിന്റെ തോല് കണ്ണിലിങ്ങനെ നമ്മള് വേണ്ട അമ്മ ഇപ്പൊ വേണ്ട, കണ്ണിലിങ്ങനെ പീച്ചിട്ടാകുമ്പോ ഒരു നീറല് കണ്ണില് നല്ലതാന്ന് പറയാറുണ്ട്. അത് ഓർമ്മ വന്നു പെട്ടെന്ന്. അപ്പൊ നമുക്കെന്നാ മനസ്സിലായോമ്മോ? ഇല്ല, ഞാൻ ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ആദ്യം ജ്യൂസ് അടിക്കാം. മാളൂനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടാട്ടോ. ഈ കുട്ടി വരുമ്പോഴേക്ക് ഇത് ചാർപ്പ് വരും, ടേസ്റ്റ് ഒരു കയ്പ് വരും. കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ കയ്പ്. കഴിഞ്ഞ ദിവസം നമ്മെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ആർക്കാ അവിടെ കിട്ടാണ്ട് അച്ഛന് ഇതൊക്കെ കാണാണ്ടോ? ഓ ഉണ്ടമ്മു. കഴിഞ്ഞ ദിവസം ഇവിടെ ജ്യൂസ് ഉണ്ടാക്കി, അച്ഛൻ ഉച്ചയ്ക്ക് ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ ജ്യൂസ് കുടിക്കില്ലേ, ഇത് കൊറേ തട്ടി വിളിച്ചു. പക്ഷെ അപ്പോഴൊന്നും അച്ഛൻ എണീറ്റില്ല. അച്ഛൻ പറഞ്ഞു എനിക്കുള്ളത് അവിടെ വെച്ചാൽ മതി, എനിക്കുള്ളത് അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അതിന് ഞാനും കുട്ടി എന്ത് ചെയ്തു അറിയോ, അതെന്തായാലും അത് ചവർപ്പ് വരും ടേസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താ, അച്ഛന്റെ കാര്യം. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കുട്ടൂനോട് പറഞ്ഞേ എന്നാ കുട്ടു നമുക്ക് രണ്ടുപേരും കുടിക്കുക. അച്ഛൻ ഇപ്പൊ ഏതായാലും പുറത്ത് എണീറ്റ് വരുമ്പോഴേക്ക് സമയമാവും, ചോദിക്കൂല്ലല്ലോ. അന്ന് അച്ഛൻ്റെ ഡാവ് ഏറ്റവും പെട്ടെന്ന് എണീറ്റു. എന്നിട്ട് 4 ചീത്ത പറഞ്ഞേ എനക്ക് വെച്ച ഓറഞ്ച് ജ്യൂസ് എവിടെ ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അന്ന് അച്ഛന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ പകരം ഇന്ന് നമുക്ക് കൊടുക്കാം. നമ്മള് പഞ്ചസാര തീർന്നു. ഇതിപ്പോഴും ഞങ്ങളിപ്പോ പഞ്ചസാര ടീയുടെ പോട്ടിൽ പഞ്ചസാര ഇടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഉറുമ്പ് വരാതിരിക്കാൻ. കാരണം ഇത് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാലോ വെച്ചിട്ടാണ് കേട്ടോ. രണ്ടും ടൈറ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് പഞ്ചസാര എടുത്തു കൊണ്ടാം. അപ്പഴത്തേക്കും ഇതെവിടെ ഇരുന്നോട്ടെ, നമുക്ക് അടച്ചു വെക്കാൻ. നമുക്ക് തോലൊക്കെ കിട്ടിയില്ലേ. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഇതിൽ നമുക്കൊന്ന് സെലക്ട് ചെയ്യാനുണ്ട്. തോല് കുറച്ച് മഞ്ഞ കളർ നോക്കി സെലക്ട് ചെയ്തിട്ട് ഇതെന്താ നമ്മള് ചെയ്യാമോ. കാരണം അപ്പൊ ഒന്ന് ഉറങ്ങായിരുന്നു. ഞാൻ ഉറങ്ങിയോ അന്ന് വരുമ്പോ അങ്ങനെ ഓർമ്മയില്ലത്. അത് മറന്നോണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് അറിയില്ല നല്ല പഴുത്തതാണോ വേണ്ടെന്നുള്ളത്. അപ്പൊ അമ്മുവല്ല അന്ന് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ അത് അച്ഛനോട് പറയാനും മറന്നു. പക്ഷെ അച്ഛൻ നല്ല കൊണ്ടുവന്നു ഞാനും വിചാരിച്ചു. ഞാൻ അച്ഛൻ നല്ല കളറുള്ള കൊണ്ടുവന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു ടമ്മു. അങ്ങനെ നല്ല ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. അത് കണ്ടിട്ടാണ് ഞാൻ അവിടെ വണ്ടി നിർത്താന്ന് പറഞ്ഞേ. അപ്പൊ എന്നാലേ ഞാൻ എന്തെങ്കിലും ഒരു പാത്രം എടുക്കട്ടെ കേട്ടോ. അപ്പൊ അതുകൊണ്ടുള്ളൊരു ചമ്മന്തി നമ്മൾ ഉണ്ടാക്കണത്. ഓറഞ്ച് തോലും നാളികേരവും കടലപ്പരിപ്പും മുളകും ലെമോ. പിന്നെ പുളി വേണം, ഉപ്പ് ഒന്ന് നേരെ പിടിക്കാൻ. പുളിയൊന്നും വേണ്ട.
ആ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ഓറഞ്ച് ഇതാ ഞാൻ ചെയ്യാം. ഓറഞ്ച് തോല് ഞാൻ ഇടാം. ആ അല്ല അത് കുഴപ്പമില്ല അമ്മേ. ഓറഞ്ച് തോല് നമ്മൾ കഴുകി വെച്ചതാണേ. ഒന്ന് തിള വരുമ്പോഴേക്കും കുറച്ച് ബബിൾസ് പോലെ ഇങ്ങനെ വന്നാൽ മതി. ഇതങ്ങോട്ട് ഇടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓഫ് ചെയ്ത് വെക്കണം. കുറച്ച് സമയം ഇരിക്കണം അല്ലേ? ആ അതെ അതെ. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് കടായി വെക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ പറഞ്ഞു തരികയാണ്, ഇനി അമ്മ ഉണ്ടാക്കുകയാണ്. ഞാനെടുത്താൽ ചിലപ്പോൾ ശരിയാവില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം പറയാം. ഇഞ്ചി, കടലപ്പരിപ്പ്, കുറച്ച് നാളികേരം ചിരവിയത്, നമ്മൾ ഓറഞ്ച് തോല് നമ്മളവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇതാ ഉഴുന്ന് പരിപ്പ്, നമ്മുടെ മുളക്, ഉപ്പ്, ഉഴുന്നുപരിപ്പ്, ഉപ്പ്. ഇപ്പൊ പുളി വേണമെന്നുള്ളവർക്ക് പുളി ഇടാം. പക്ഷെ പുളി ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്നും അങ്ങനെ കിട്ടില്ല. നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ആദ്യം കടലപ്പരിപ്പാട്ടോ ഇടുന്നത്. കുറച്ച് ഉഴുന്ന് പരിപ്പ് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാട്ടോ. ഈ മുളക് ഇടാല്ലേ? ഈ മുളക് ഇടാം. മുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഇതാ നമ്മളൊരു കഷ്ണം ഇട്ടുണ്ട്. മുളക് ഒരു 4 എണ്ണമൊക്കെ പോരെ? നല്ല എരിവുള്ള മുളകാണിതേ. അപ്പൊ കൂടുതൽ വേണ്ട. 3 എണ്ണം മതി ഒരു മുളക് താഴെ. നാളികേരം എത്ര അല്ലേ ഉള്ളൂ? അതുകൊണ്ടൊരു 3 മുളക്. അതെ, എരിവുണ്ടാവും. നാളികേരം ഇടാം അല്ലേ? ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ മതി. നോക്കണം. അതെ അതെ. ആ സമയം കൊണ്ട് നമ്മള് ഓറഞ്ച് പീല് നല്ല സോഫ്റ്റ് ആയി വരും. നമുക്ക് നാളികേരം ഇടാം. നമ്മളെ നാളികേരത്തിൽ പൊങ്ങുണ്ട്. അതാണ് ചെറിയ ഇങ്ങനത്തെ ഒരു കളർ. ഇളം മഞ്ഞ കളർ വന്നതാണ്. ഞാൻ പൊങ്ങ് കഴിക്കില്ലേ? നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല അളന്ന് ടിക്കി തന്നിട്ടില്ലേ അമ്മ? നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ശരിയാ, ഞാൻ അങ്ങനെ കഴിക്കില്ല. വേണമെന്നുള്ളവർക്ക് ഓറഞ്ച് തോല് ഒന്ന് വഴറ്റാട്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ. ഈ സമയത്താണ് നമ്മൾ മല്ലിയില ഇടുക. പക്ഷെ മല്ലിയില നമ്മളെ കയ്യിൽ ഇല്ലാത്തോണ്ട് നമ്മൾ ഇടണില്ല. ഞാൻ നോക്കിയമ്മേ. ഈ സമയത്താണ് നമ്മളുടെ ഓറഞ്ച് തോല്. ഇനി നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിക്കോട്ടെ. നല്ലോണം വറുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ചൂടായാൽ അതെ. ഇനി നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിടുക. പിന്നെ അതേപോലെ തന്നെ ഓറഞ്ച് തോലും അരയ്ക്കുന്ന സമയത്ത് അതിലിട്ട് കൊടുക്കുക. നമുക്ക് കാണിക്കാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം? ജ്യൂസ് അടിക്കാം. അതിൻ്റെ അളപ്പെടുക്കട്ടെ. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇതാ. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിലേക്ക് വേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഓറഞ്ചും പഞ്ചസാരയും കൂടാതെ ഒരു കഷ്ണം ഇഞ്ചി എടുക്കണം കേട്ടോ. ഇഞ്ചി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പൊ നിങ്ങൾക്ക് പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു കഷ്ണം ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഞ്ചി നമ്മൾ കഴുകി വെച്ചാട്ടോ, ഒന്ന് തോല് കളയട്ടെ. അമ്മയുടെ ഈ മാക്സി, ഐ മീൻ ഈ നൈറ്റി, ധാവണി നൈറ്റി. അതെ, പണ്ട് ധാവണി സാരി ഉണ്ടായിരുന്നല്ലേ? ധാവണി സാരി ഉണ്ടായിരുന്നു. അമ്മക്ക് ഇഷ്ടമല്ലേ ധാവണി സാരിയോ? ധാവണി സാരി ഇഷ്ടമല്ല. 2 കളറാണെന്ന് പറഞ്ഞിട്ട് ഇത് അരിഞ്ഞ് ഇതിന്റെ കൂടാടാ അല്ലേ? അതെ. അപ്പൊ നമുക്ക് അത്ര ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചോളാം. അപ്പൊ നമ്മളിന്ന് വിചാരിച്ചു കുട്ടി ഏതായാലും വൈകുവോ വരാൻ, 6:30-8 ഉള്ളൂ. പക്ഷെ എത്തിപ്പോ കുട്ടിന് ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് ജ്യൂസ് അടിക്കാട്ടോ. അപ്പൊ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. വെള്ളം ഒരു 1/2 ഭാഗത്തോളം ഒഴിച്ചോളൂ. നമ്മൾ എന്താ പറയുക, ഐസ് ക്യൂബ് എന്തായാലും ഇടും. മതി.
ഇവിടെ ഓണാണേ. ആ അതാ നമ്മള് ജ്യൂസൊക്കെ അടിച്ചു കേട്ടോ. നമുക്ക് ജ്യൂസൊക്കെ അരിക്കാട്ടോ. ഈ അരിപ്പ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ലിങ്ക് നമ്മൾ കൊടുക്കേ. അതെ, നല്ല അരിപ്പ കേട്ടോ അത്. അതെ അതെ, പെട്ടെന്ന് റെഡിയായി കിട്ടും. ഉണ്ടോ എത്ര വേഗം നോക്കൂ. അതെ, ശരിക്കും നമ്മള് പ്ലാസ്റ്റിക്കിനെക്കാളും നല്ല ഇങ്ങനത്തെ. അതെ, പിന്നെ അതുപോലെ ഈ 2 ചെവി ഉള്ളോണ്ടേ സുഖ പാത്രത്തിൽ വെക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻ നല്ല എളുപ്പമായി. നമുക്ക് ഓറഞ്ച് തോലും കൊണ്ടുള്ള ചട്നി. ചമ്മന്തിയാണ് ശരിക്കും. കാരണം എന്താ അറിയോ, വെള്ളം ഒഴിക്കുന്നില്ല. അതെ, ഇത് അറിയാൻ പാകത്തിന് വേണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കാറില്ലെങ്കിൽ അരിഞ്ഞിട്ടില്ലല്ലോ. അതെ, ഉപ്പൊക്കെ ഇതിന്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഇടുക. ഉപ്പിടാം, പിന്നെ നമ്മളെ ഓറഞ്ച് തോലിടാം. അതെ, നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ചൂടുവെള്ളത്തില്. അതെ അതെ, ഓറഞ്ച് തോലിടാം. 2 എണ്ണം കൂടെ മതിയമ്മേ. അധികം വേണ്ട, അധികം ആകുമ്പോ അതിന്റെ ഒരു അതെ ഭയങ്കര ടേസ്റ്റ്. അതെ, എല്ലാരും വിചാരിക്കും ഈ ഓറഞ്ച് കൊണ്ട് ഒരു കയ്പോ ഒരു ചവർപ്പൊക്കെ വരില്ലെന്ന്. പക്ഷെ ഇല്ല കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് അത്രയും ടേസ്റ്റ് പറ്റാത്തവർക്ക് ഇത്തിരി പുളി ആഡ് ചെയ്യാം. ഉപ്പ് ഇട്ടോളാം. ഞാൻ മറന്നു. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡിയായി. കുറച്ച് കല്ലുപ്പ് ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് അരയാൻ വേണ്ടി മാത്രം നമുക്ക് അരയ്ക്കാം. നമ്മൾ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്നുകൂടെ അരയ്ക്കാം. അതെ, ചമ്മന്തി റെഡി ആയിട്ടോ. ഓറഞ്ച് തോലുകൊണ്ടുള്ള ചമ്മന്തി. ഇതില് നമ്മളെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് അതൊക്കെ ഇട്ടോണ്ടേ അതൊക്കെ വേണം വറുത്തിട്ടല്ലേ നമ്മള് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നല്ല ടേസ്റ്റ് അതിന്റെയൊക്കെ. ഓറഞ്ച് കൊണ്ട് അരച്ചാന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. അതിന്റെ ആ ടേസ്റ്റ് ചെറിയൊരു ഓറഞ്ചിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മള് പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ചോറിനൊക്കെ വേണമെങ്കിൽ പുളി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പുളിയും ചേർക്കാം. പിന്നെ മല്ലിയില നമ്മൾ ഇട്ടിട്ടില്ല, നമ്മുടെ അടുത്ത് മല്ലിയിലയുടെയും കൂടെ ടേസ്റ്റ് ചെയ്യുമ്പോ കുറച്ചും കൂടെ നല്ല രുചിയായിട്ടാണ്. അതെ, വേറെ ടേസ്റ്റ് ആണ്. അതെ അതെ. അപ്പൊ നമുക്കിന്ന് ഓറഞ്ച് തോലും കൊണ്ടുള്ള ചട്നി, ദോശ, ഓറഞ്ച് ജ്യൂസ്, അങ്ങനെയാണ്. ഇതെല്ലാം ഓറഞ്ച് മയാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി ചട്നി എന്തായാലും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കൂ. ചിലപ്പോ അധികാരം ഉണ്ടാക്കാത്തതായിരിക്കും. നമുക്ക് ആദ്യം അച്ഛൻ തന്നെ ജ്യൂസ് കൊടുക്കാം. ജ്യൂസ് കിട്ടാതെ എന്റെ ജ്യൂസ് കൊടുത്തു, എവിടെ എന്റെ ജ്യൂസ് എന്നൊക്കെ ചോദിച്ചും കൊണ്ട് അച്ഛൻ കളിക്കായിരുന്നു അന്ന്. അപ്പൊ നമ്മള് ഐസ് ക്യൂബുകൾ ഫുള്ള് ഇതിലിടാം കേട്ടോ. ഇങ്ങോട്ട് വെച്ചോളും അമ്മേ, ആ പാത്രം ഇങ്ങോട്ട് വെച്ചോളൂ. ആ ഇങ്ങോട്ട്, ആ ഇവിടേക്ക് വെച്ചോളൂ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. വാവ്, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം അല്ലേ? യെസ്, 4 ഓറഞ്ചും കൊണ്ട് ജ്യൂസും ഒരു നേരത്തേക്കുള്ള ചട്നിയായി. അപ്പൊ നമുക്ക് ആദ്യം അച്ഛന് കൊടുക്കാം. അതെ, കുടിച്ചോളൂ ഓറഞ്ച് ജ്യൂസ്. അന്ന് അച്ഛൻ കിട്ടിയില്ലേന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇന്ന് എങ്ങനെ ഉണ്ട് പറയും? ടേസ്റ്റ് ഉണ്ടോ? അതെ അതെ അതെ. അപ്പൊ എന്നാ ഞാൻ അമ്മ കുടിച്ചോളാം അമ്മേ.
തോലുകൊണ്ടേ ചട്ടണി ഉണ്ടാക്കും, പിന്നെ അതുപോലെ അച്ചാറും ഉണ്ടാക്കും കേട്ടോ. അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതെ, നമ്മളൊരു 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചിട്ട് അതിന്റെ തോലും കൊണ്ട് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എവിടുന്ന് അറിയാമോ കഴിച്ചിട്ടില്ല, നീലേശ്വരത്തുനിന്ന്. അതെ അല്ലേ, മുത്തശ്ശൻ ഉണ്ടാക്കാറുണ്ട്. അച്ഛമ്മയോട് പറഞ്ഞിട്ട് മുത്തശ്ശന് നല്ല ഇഷ്ടാ. വേനൽക്കാലൊക്കെ ആകുമ്പോ ഓറഞ്ച് കൊണ്ടുവരും. തോല് വെറുതെ കളയണ്ട കേട്ടോ, കഴുകിയിട്ട് എടുത്തു വെക്കാ പറയും. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൂട്ടിയിട്ടുള്ളത്. നമ്മളവിടെ അങ്ങനെ ഉണ്ടാക്കല് കുറവാ. അപ്പൊ അവിടുന്ന് നല്ല ടേസ്റ്റ് ആട്ടോ. അത് 2-3 ദിവസം ഇരിക്കുള്ളൂ, കൂടുതൽ ദിവസം ഇരിക്കില്ല, തിളപ്പിക്കൊണ്ടേ. അങ്ങനെ നമ്മൾ അപ്പപ്പോ മാങ്ങക്കറി ഉണ്ടാക്കണ പോലെ. അതെ, അതേപോലെ. അപ്പൊ അതേപോലത്തെ ഓറഞ്ചിന്റെ അച്ചാറിന്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓറഞ്ച് കൊണ്ട് ഒരു ജ്യൂസ് നോക്കൂ. ഒരു ഓറഞ്ച് കൊണ്ട് ഒരു ജ്യൂസും ഓറഞ്ച് കൊണ്ട് ഒരു ചമ്മന്തി, ഓറഞ്ച് തോലുണ്ട്. അപ്പൊ ഇനി ഒന്നും കളയാനില്ല ആ ഫ്രൂട്ട് വാങ്ങിക്കഴിഞ്ഞാൽ. അതെ, എല്ലാ ഉപകാരത്തിൽ നമുക്ക് എടുക്കാം, ഉപകാരമായിട്ട് എടുക്കാം. തോല് കളഞ്ഞുള്ള സങ്കടവും വേണ്ട. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കാരണം ഇവിടെയൊക്കെ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഒരേപോലെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ റിലേറ്റീവ്സിനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.